തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. അത് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒട്ടും വൈകാതെ എത്രയും പെട്ടെന്ന് നൽകാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഊഹം നടക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ സീറ്റുകളെ കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തുന്നത് പല വിശകലനങ്ങൾ നടത്തിയിട്ടാണ്. ഒരു 10 മണിക്കൂർ വൈകുന്നതല്ല പ്രശ്നം. എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പരമാവധി എല്ലാവരും കൂടി യോജിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ മനസ്സിലായിക്കോളും. അവരിപ്പോൾ ഒരു പുതുമ നിങ്ങൾ പറയണ്ട. അവരുടെ സിറ്റിംഗ് MLA മാരെയാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒരു ചേഞ്ചും ഇല്ല. നിലവിലുള്ള സർക്കാരിൻ്റെ ആൻറ്റി ഇൻകംബൻസി സർക്കാരിൻ്റെ പ്രതിഫലനമായിട്ട് അവരുടെ സിറ്റിംഗ് MLA മാർ കണ്ടിന്യൂ ചെയ്യുന്നു. അതത്രയുള്ള പുതുമയൊന്നുമില്ല. ഞങ്ങളുടെ പുതുമുഖങ്ങളും ഒട്ടാകെ നല്ല ഫൈറ്റുള്ള ലിസ്റ്റായിരിക്കും. അതിന് സമയമെടുക്കും കുറച്ചൊക്കെ. അതൊക്കെ പാർട്ടി സ്റ്റേറ്റ് ലീഡേഴ്സ് പറയും. അതിനകത്തൊക്കെ സ്ട്രാറ്റജി ഉണ്ട്. പിന്നെ അത് എല്ലാ കാലത്തും ഞങ്ങൾ ഉള്ളതല്ലേ. യുവാക്കൾക്ക് പ്രസന്റേഷൻ നല്ല എല്ലാവർക്കും പ്രാതിനിധ്യം പരമാവധി. അതുകൊണ്ട് കേവലം മെച്ചപ്പെട്ട ഒരു ലിസ്റ്റ് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ആ തീരുമാനങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് അതിൻ്റെ ശരിയായ ചിത്രം എന്നുള്ളത്. അല്ല, ലിസ്റ്റ് വരുമ്പോൾ എല്ലാത്തിലും ക്ലിയർ ആയിട്ട് ഉത്തരം കിട്ടും. ലിസ്റ്റ് വരുമ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുള്ള വിവരങ്ങൾ. നിങ്ങൾക്ക് സൂചന കിട്ടുന്നത് ഇവിടെ നിന്നാണ് സോഴ്സ് എനിക്കറിയില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് CPM-ന്റെ നിലപാടുകൾക്കെതിരായി ആ പാർട്ടിക്കകത്തുണ്ടാകുന്ന ഉരുൾപൊട്ടലുകളും ആഭ്യന്തര സംഘടനയാണ് ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല. സ്വന്തം പാർട്ടിയുടെ തെറ്റായ പോക്കിൽ മനമെടുത്തിട്ട് ആ പാർട്ടിയെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയാതെ പോകുമ്പോൾ പുറത്തു പോകേണ്ടി വരുന്ന ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. ഇത് കേരളത്തിലെ കൃത്യമായൊരു ചുവരെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെയും കൂടെ. അത് നിങ്ങൾ ഇതൊക്കെ ഡൈവേർട്ട് ചെയ്യാൻ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ഇങ്ങനെയായോ അങ്ങനെയായോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള സംസാരിക്കേണ്ട വിഷയം. അതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. അപ്പോഴും ഒരു പട്ടികയുടെ സമയം പറയുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇപ്പോഴും 4 സീറ്റുകൾ CPM ഒഴിച്ചിട്ടിരിക്കുകയാണല്ലോ. അനൗൺസ് ചെയ്തപ്പോൾ ഒഴിച്ചിട്ടില്ലേ? അത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലേ. ഞങ്ങൾക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം എന്താ? ഞങ്ങൾ വേഗം നോക്കിയതല്ല, വേഗം നോക്കുകയാണ്. യുടെ വക്കീൽ അവർ നിൽക്കുകയാണ്. അവരുടെ നയങ്ങൾ മൂലമാണ്. ഞങ്ങൾക്ക് CPM പൊട്ടാകെ തകരണമെന്ന് ആഗ്രഹിച്ചതല്ല, അവരുടെ നയങ്ങൾ മൂലമാണ്. അത് കൃത്യമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലൂടെ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ഞങ്ങൾ കൃത്യമായിട്ടും എല്ലാ സ്ഥാനാർത്ഥി പട്ടികയും ക്യാമ്പയിനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. സ്ഥാനാർത്ഥികളൊക്കെ പെട്ടെന്ന് ഇത് പൂർത്തീകരിച്ച് ഫീൽഡിലോട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. മുഖ്യമന്ത്രി വേറൊരു കാലം പറഞ്ഞു കേട്ടോ, ഞങ്ങൾ ഒറീസയിൽ ഞങ്ങൾ 2-3 MLA മാർ പിന്നെ മാറി കൂട്ടി മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതായിട്ട് പറഞ്ഞു കേട്ടു. സ്വന്തം MLA BJP പോയിട്ട് മത്സരിക്കുകയാണ്. അത് ഒറീസയിലല്ല, കേരളത്തിൽ. ഇത്രയും കാലം MLA ആയി കൊണ്ടുവരുന്ന ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി നിന്ന ആൾ ഇപ്പം BJP-യിലാണ്. അപ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനകത്ത് കൃത്യമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം PMC-യിൽ എന്താ സംഭവിച്ചത്, പിന്നീട് വന്ന ഓരോ ഘടകങ്ങൾ ആരാണ്. ഈ ഇലക്ഷൻ ഡേറ്റുകൾ പോലും ഞങ്ങളിപ്പോൾ സംശയിക്കുന്നുണ്ട്. ഇലക്ഷൻ ഡേറ്റുകൾ പോലും രണ്ടുപേരും ഒന്നിച്ചുണ്ടാക്കിയ ഡിസൈനാണ് കേട്ടോ.